ഞാനിപ്പോൾ അങ്കണവാടി ഒരുക്കലിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം പ്രവേശനോത്സവമാണ്, അതായത് നാളെ. അപ്പോൾ തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇത്തായും ഉണ്ട് കേട്ടോ. ഇത്തായും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പോൾ നമുക്ക് 30-ാം തീയതി ആയിരുന്നു പ്രവേശനോത്സവം വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പെട്ടെന്നായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്ന, മഴയ്ക്ക് ആയതുകൊണ്ട് 3-ാം തീയതിക്കാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ഏജ് കുട്ടികളൊന്നും ഇല്ല കേട്ടോ, നമ്മൾ വർണ്ണക്കൂട്ട് കുട്ടികളൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകണോണ്ട് വന്നുകൊണ്ട് അവർക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും ഇത്തായുമാണ് മൊത്തത്തിലൊന്ന് അങ്കണവാടി എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം എൻ്റെ മേളിൽ കയറി നിന്ന് പൊക്കമില്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഒരു പ്രകാരത്തിലാണ് ഞാനതൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ ആക്കിയത്. പിന്നെ പ്രവേശനം ഒന്ന് കെട്ടി ഒതുക്കി വയ്ക്കുമായിരുന്നു. പിന്നെ ബലൂൺസൊക്കെ നമുക്ക് വീർപ്പിക്കാനുണ്ടാകും. നാളെ രാവിലെ വന്ന് വീർപ്പിക്കണോളൂ, അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ പൊട്ടിപ്പോയില്ല എന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആയി പിന്നെ മൊമെൻറ്റോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മൊമെൻറ്റോ ഒക്കെ അടിച്ചെല്ലാം സെറ്റ് ചെയ്താൽ ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല, കൂടെ ചെക്കനും ഉണ്ട് കേട്ടോ. മൊമെൻറ്റോ കണ്ടിപ്പോൾ അവൻ പിടിക്കാമെന്നായിട്ടോ ഉത്സാഹം. അവൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ കൊടുക്കാൻ വേണ്ടി മൊമെൻറ്റോ ഉണ്ടാവില്ല എൻ്റെ കയ്യിൽ. പറഞ്ഞു അമ്മൂന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ സമാധാനിപ്പിച്ച് അങ്ങ് വിട്ടു. ഇനിയുള്ളവർ വേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റെപ്പ് ഇറങ്ങാനാണെന്നാണ് കേട്ടോ. അപ്പോൾ കൊച്ചിൻ്റെ ആഗ്രഹമല്ല അങ്ങ് സാധിച്ചും കൊടുത്തു. അപ്പോൾ ഞാനവിടെ പതുക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനിയാണ് എനിക്ക് വൺ ടാസ്ക്, സെൽഫി ഫ്രെയിം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം വന്നിട്ട് ഞാൻ സെൽഫി ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറെ സെൻറ്ററിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പെട്ടിയില്ലേ, ബോക്സ്, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം വിചാരിച്ചു അത് വേണ്ട, അല്ലാതെ മറ്റേ തടിയുടെ ഇത് വെച്ചിട്ട്, പ്ലൈവുഡ് ഇല്ല, അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണിൻ്റെ ഫ്രണ്ട് നമുക്കത് ചെയ്ത് തന്നു കേട്ടോ. ചേട്ടൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. ഫ്രെയിമിനകത്ത് പേപ്പർ കൂട്ടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പശ ഞാൻ തേച്ചേക്കുന്നത്. അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിട്ട് മാറ്റി അങ്ങ് വെച്ചു. ആ ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു ഒന്ന് ഗിഫ്റ്റൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നാളെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാത്രി ഇരുന്ന് പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഫൈനലി ഇതേ നമ്മൾ അത് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു പാറ്റേൺ രീതിക്കല്ലാണ്ട് വന്നത്. പക്ഷെ എന്തായാലും ചെയ്ത് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ച് വേറൊരു ഇതായിരുന്നു, പക്ഷെ അത് എന്നെ കറക്റ്റായിട്ട് വന്നൊന്നുമില്ലല്ലോ. പക്ഷെ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടമായിട്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു സമയം 1 മണി അങ്ങോട്ട് ആവാറായിട്ടുണ്ടെന്ന് തോന്നണേ. പിന്നെ നേരത്തെ കിടത്തി ഉറക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചണും ഉറങ്ങിയിട്ടില്ല കേട്ടോ, കിച്ചണിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പറയാം. എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ താഴെ എഴുതിയേക്കണ വായിക്കാനും നിൽക്കണ്ട കേട്ടോ. അത് ചുമ്മാ ഓരോ ലെറ്റേഴ്സ് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും നമ്മുടെ മൊമെൻറ്റോ കൊണ്ടുവന്നതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്ത എണ്ണം തന്നെ ഇല്ല, എല്ലാവരും പേരും കാര്യങ്ങളും എല്ലാം കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കുക. ഓൾറെഡി ചേട്ടൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം നോക്കി ഞാൻ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കെട്ടിയെടുത്ത് ഞാൻ വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ രാവിലെ പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. ടാറ്റാ.